ഇന്ന് ഞായറാഴ്ച ദിവസം രാജ്യം ഉറ്റുനോക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കേണ്ട ദിനമാണ്. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വീണ്ടും അധികാരമേറ്റെടുക്കുന്ന ദിനമാണ് ഇന്ന്. രാത്രി 7:15 സത്യപ്രതിജ്ഞാ ചടങ്ങ് രാഷ്ട്രപതി ഭവനിൽ നടക്കും. സുരേഷ് ഗോപി ക്യാബിനറ്റ് പദവിയിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യം, അതോ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയായിരിക്കുമോ, ഇതൊക്കെ ആകാംക്ഷയോടെ മലയാളികൾ ഉറ്റുനോക്കുന്നു. മറ്റ് അംഗങ്ങൾ ആരൊക്കെയായിരിക്കും, ക്യാബിനറ്റ് പദവിയിൽ സഹമന്ത്രിമാർ ആരൊക്കെയായിരിക്കും, എന്താണെങ്കിലും അതിന്റെ പട്ടിക വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനിയും അതിലെ സസ്പെൻസ് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരമാണ്. 2020 ലോകകപ്പിൽ വീണ്ടും ഇന്ത്യയും പാകിസ്ഥാൻ ഏറ്റുമുട്ടുന്നു. അതും രാത്രി 8 മണിക്കാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. അവിടെ അമേരിക്കയിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുമ്പോൾ ഏറ്റവും ക്ലാസിക് പോരാട്ടം എന്നൊക്കെ എക്കാലത്തും വിശേഷിപ്പിക്കുന്നതാണല്ലോ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് പോരാട്ടങ്ങൾ, ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ ക്ലാസിക് മത്സരം. അപ്പോൾ അതിനും ഇന്ന് കാത്തിരിക്കണം. ഒരുപാട് വാർത്തകൾ, വിശേഷങ്ങൾ അങ്ങനെ വരാൻ പോകുന്നു. മറ്റൊരു കാര്യം, ഇന്ന് രാവിലെ വന്നത് ഒരു വാഹനാപകടം തൃശ്ശൂരിലുണ്ടായി. ആ വാഹനാപകടത്തിൽ ചില്ലറ സംഭവമല്ല ഉണ്ടായത്. ശക്തന്റെ പ്രതിമ അവിടെ തകർന്നു. KSRTC ലോ ഫ്ലോർ ബസ് ഇടിച്ച് എന്നുള്ളതാണ്. അപ്പോൾ ഈ വാർത്തകളൊക്കെ നമുക്ക് വിശദമായി എത്താം. നമുക്ക് ആദ്യം പോകാം, വീണ്ടും മൂന്നാം അംഗത്തിന് നരേന്ദ്രമോദി. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് രാത്രി 7:15 രാഷ്ട്രപതി ഭവനിൽ നടക്കും. നരേന്ദ്രമോദിക്കൊപ്പം 30-ലധികം പേർ മന്ത്രിമാരായി ചുമതലയേൽക്കും. TDPക്കും JDUവിനും 3 വീതം മന്ത്രിമാരെ ലഭിച്ചേക്കും. ജനസേന പാർട്ടി നേതാവ് പവൻ കല്യാൺ മന്ത്രിസഭയിൽ ചേരണം എന്ന താല്പര്യം പ്രധാനമന്ത്രി അറിയിച്ചു എന്നാണ് സൂചന. ചടങ്ങിൽ വിവിധ രാഷ്ട്ര തലവന്മാരും പങ്കെടുക്കുന്നുണ്ട്. ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ് വിവരങ്ങളുമായി. രാഗേഷ്, ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നരേന്ദ്രമോദി മൂന്നാം വട്ടം അധികാരമേൽക്കുകയാണ്. നരേന്ദ്രമോദി 3.0. അപ്പോൾ ആദ്യം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകളുടെ ക്രമീകരണങ്ങൾ ഏതൊക്കെ രാഷ്ട്ര തലവന്മാരാണ്, വിശിഷ്ട വ്യക്തിത്വങ്ങളാണ് ഈ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുക? എൽദോ, മൂന്നാം മോദി സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. വൈകിട്ട് 7:15 രാഷ്ട്രപതി ഭവനിലാണ് ചടങ്ങ് നിശ്ചയിച്ചിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ 2 സർക്കാരുകളിൽ നിന്ന് ഇത്തവണത്തെ സർക്കാരിനെ വ്യത്യസ്തമാക്കുന്നത് BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 2 തവണയും BJPക്ക് സഖ്യകക്ഷികൾ ഈ സർക്കാരിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ പോലും BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 2014 282 സീറ്റുകൾ ഒറ്റയ്ക്ക് വിജയിക്കാൻ BJPക്ക് സാധിച്ചിരുന്നു. 2014 അത് 303 ആയിരുന്നെങ്കിൽ ഇത്തവണ കേവല ഭൂരിപക്ഷത്തിന് 32 സീറ്റുകളുടെ കുറവ് BJPക്കുണ്ട്. അങ്ങനെ ഒരു NDA സർക്കാർ അധികാരത്തിൽ വരികയാണ്. ഏതായാലും 7:15 രാഷ്ട്രപതി ഭവനിലാണ് ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ മൂന്നാമത്തെ ഊഴം, അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു മാത്രമാണ് തുടർച്ചയായി 3 തവണ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയിട്ടുള്ളത്. 52-ലും 57-ലും 62-ലും. അതിന് സമാനമായ രീതിയിൽ മൂന്നാം തവണ നെഹ്റുവിന് ശേഷം ഒരു പ്രധാനമന്ത്രി മൂന്നാം തവണ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ 7:15 ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഒപ്പം 30 പേരെങ്കിലും മന്ത്രിമാരായി ചുമതലയേൽക്കുമെന്നാണ് ഇപ്പോൾ BJP വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 15 പേരെങ്കിലും സഖ്യകക്ഷികളിൽ നിന്നായിരിക്കുമെന്നാണ് ഇപ്പോൾ BJP വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്നലെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായി തന്നെ മുതിർന്ന നേതാക്കളായ മാർഗദർശക് മണ്ഡലിലെ ഉള്ള നേതാക്കളെ ഇന്നലെ സന്ദർശിച്ചിരുന്നു. മുരളി മനോഹർ ജോഷിയെയും LK അദ്വാനിയെയും NDA യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്നേതായാലും രാജ്ഘട്ടിൽ സന്ദർശനം നടത്തി വാജ്പേയിയുടെ സമാധി സ്ഥലത്തിൽ കൂടി പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞാ ചടങ്ങിനായി പോകുക എന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തവണയൊക്കെ സമാനമായി രാജ്ഘട്ടിലും ഒപ്പം തന്നെ വാജ്പേയി സമാധിയിലും പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിനായി മോദി തിരിച്ചത്. ഇത്തവണയും അത് തന്നെ ആവർത്തിക്കുകയാണ്. ഏതായാലും 8000-ലധികം പേരെയാണ് ഈ ചടങ്ങിലേക്കായി ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് വിവിധ രാഷ്ട്രതലവന്മാരെ 7 രാഷ്ട്രതലവന്മാരെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് കൂടുതലായി ഇത്തരം ഈ ചടങ്ങിലേക്ക്, രാഷ്ട്രതലവന്മാരെയാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്നലെ തന്നെ ഡൽഹിയിൽ എത്തിയിരുന്നു. മറ്റൊന്ന് പ്രധാനപ്പെട്ട വ്യക്തിത്വം, ഒന്ന് ശ്രീലങ്കൻ പ്രസിഡന്റാണ്. ശ്രീലങ്കൻ പ്രസിഡന്റ് വിക്രമസിംഗെ നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചിരുന്നു. അപ്പോൾ ഏതായാലും അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് മാലദ്വീപ്യൻ പ്രസിഡന്റ് മുഹമ്മദ് മ്യൂസിയാണ്. നേരത്തെ മാലദ്വീപുമായി അത്ര നല്ല ബന്ധമല്ല സമീപകാലത്തുള്ളത്. ഏതായാലും ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുമ്പോൾ നിലവിലുള്ള
വിള്ളലുകൾ അത് പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇരു രാജ്യങ്ങളെയും സംബന്ധിച്ചുണ്ട്. നേരത്തെ സൂചിപ്പിച്ചപോലെ ഷെയ്ഖ് ഹസീന ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഷെയ്ഖ് ഹസീന ചടങ്ങിനായി എത്തുകയും ചെയ്തിരുന്നു. മറ്റൊന്ന് നേപ്പാൾ പ്രധാനമന്ത്രി പ്രചണ്ഡയാണ്. പ്രചണ്ഡയും ഈ ചടങ്ങിന് എത്തുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. ഇതിന് പുറമെ മൗറീഷ്യസ് പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ രാഷ്ട്രതലവന്മാരൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഇത് കൂടാതെ പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് സമീപകാലത്താണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തികളിൽ പങ്കെടുത്ത തൊഴിലാളികളെയും ഈ ചടങ്ങിനായി ക്ഷണിച്ചിട്ടുണ്ട്. ഒപ്പം വന്ദേ ഭാരതിന്റെ നിർമ്മാണത്തിൽ വഹിച്ച തൊഴിലാളികളെയും ഈ ചടങ്ങിനായി ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഏതായാലും സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. എൽദോ രാകേഷ്, ഇനിയും ഈ നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ ഈയിടെ സൂചിപ്പിച്ചതുപോലെ ഒരു BJPക്ക് ഒറ്റയ്ക്കൊരു വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ ഘടകകക്ഷികളെ ഒപ്പം നിർത്തുക എന്നുള്ള വലിയൊരു കീറാമുട്ടിയാണ് നരേന്ദ്രമോദിക്ക് മുന്നിലുള്ള പ്രധാന പ്രശ്നം. അപ്പോൾ ഈ ഇതുവരെയും ആ വകുപ്പുകൾ സംബന്ധിച്ച് ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ നൽകണം എന്നുള്ള കാര്യത്തിൽ പോലും ഒരു വ്യക്തത വന്നിട്ടില്ല. പ്രധാനപ്പെട്ട വകുപ്പുകളായിട്ട് അല്ലെങ്കിൽ ധനം, പ്രതിരോധം പോലുള്ള ആഭ്യന്തരം പോലുള്ളവ BJP തന്നെ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നു. അപ്പോഴും ഈ വകുപ്പുകൾ സംബന്ധിച്ചുള്ള സൂചനകൾ വരുന്നുണ്ട്. ആരൊക്കെ ആയിരിക്കും, ഏതൊക്കെ വകുപ്പുകളിലേക്കായിരിക്കും പരിഗണിക്കുക, ഘടകകക്ഷികൾക്ക് ഏതൊക്കെ വകുപ്പുകൾ നൽകാനാണ് ആലോചന? അത്തരം സൂചന NDA ക്യാമ്പിൽ നിന്നും വരുന്നുണ്ടോ രാകേഷ്? എൽദോ സൂചിപ്പിച്ച പോലെ തന്നെ ഘടകകക്ഷികളെ കാര്യമായി പരിഗണിക്കുമെന്നാണ് BJP നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും TDPയും ഒപ്പം തന്നെ JDUമാണ് ആ പ്രധാനപ്പെട്ട 2ഉം 3ഉം കക്ഷികൾ. അവരെ കാര്യമായി പരിഗണിക്കേണ്ടതുണ്ട്. അവർ 4 വീതം മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും TDPക്ക് ഒരുപക്ഷെ 3 മന്ത്രിസ്ഥാനം നൽകാനാണ് സാധ്യത എന്നാണ് സൂചന. അതല്ല, TDP സമ്മർദ്ദം ശക്തമാക്കുകയാണെങ്കിൽ 4 മന്ത്രിസ്ഥാനം വരെ നൽകും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഒപ്പം JDUവിന് 2ഓ 3ഓ മന്ത്രിസ്ഥാനങ്ങൾ നൽകാനുള്ള തീരുമാനത്തിലേക്കും BJP എത്തിയിട്ടുണ്ട്. ഏതായാലും ഈ പട്ടിക എത്ര മന്ത്രിസ്ഥാനം എന്ന് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. മാത്രവുമല്ല, ആരൊക്കെയാണ് സത്യപ്രതിജ്ഞ പങ്കെടുക്കുക അല്ലെങ്കിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന തീരുമാനത്തിലേക്കും ഒരു ഔദ്യോഗികമായ അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും സത്യപ്രതിജ്ഞ ചടങ്ങിന് മുമ്പായി ഈ പട്ടിക രാഷ്ട്രപതി ഭവന് കൈമാറേണ്ടതുണ്ട്. അപ്പോൾ ഉച്ചയോടെയോ അല്ലെങ്കിൽ വൈകിട്ടോടു കൂടിയായിരിക്കും ആരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ഏതായാലും TDPയിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ, ഒന്ന് ശ്രീകാകുളത്ത് നിന്നുള്ള രാംമോഹൻ നായിഡു മന്ത്രിയാകുമെന്നാണ് ഇപ്പോൾ TDP തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ഹരീഷ് ബാലയോഗി, GMC ബാലയോഗിയുടെ മകനാണ്, മുൻ സ്പീക്കറുടെ മകനാണ്. ഹരീഷ് സ്പീക്കർ സ്ഥാനത്തേക്ക് TDP ആദ്യം പരിഗണിച്ചിരുന്നെങ്കിൽ പോലും ഇപ്പോൾ പറയുന്നത് ഹരീഷിനെ കൂടി മന്ത്രിസ്ഥാനത്തേക്ക് TDP പരിഗണിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഇപ്പോൾ ഏതായാലും പാർട്ടി എത്തുകയാണ്. JDUവിന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ 3 മന്ത്രിസ്ഥാനമാണ് JDU കണക്കുകൂട്ടുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 3 മന്ത്രിസ്ഥാനം JDU കണക്കുകൂട്ടുന്നു. അങ്ങനെ വരുമ്പോൾ JDU മുൻ ദേശീയ അധ്യക്ഷനായ ലലൻ സിംഗിനെ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ രാംനാഥ് താക്കൂറിനെയും മന്ത്രിസ്ഥാനത്തേക്ക് JDU പരിഗണിക്കുന്നുണ്ട്. നിലവിൽ സംസ്ഥാനത്തെ മന്ത്രിയായ സഞ്ജയ് ജായുടെ പേരും JDU വൃത്തങ്ങൾ അത്തരമൊരു സൂചനകളിലേക്കും JDU ഏതായാലും എത്തിയിട്ടുണ്ട്. രാംനാഥ് താക്കൂർ കർപ്പൂരി താക്കൂറിന്റെ മകനാണ്. ഈ സമീപകാലത്താണ് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന് ഭാരതരത്ന സമ്മാനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മകനെ കൂടി ഇപ്പോൾ ഏതായാലും JDU കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. മറ്റൊന്ന് പവൻ കല്യാണിന്റെ കാര്യമാണ്. പവൻ കല്യാൺ ഏതായാലും നിലവിൽ ലോക്സഭാംഗമല്ല, അദ്ദേഹം നിയമസഭയിലേക്കാണ് വിജയിച്ചത്. പക്ഷേ പവൻ കല്യാൺ കേന്ദ്രമന്ത്രിസഭയിലേക്ക് വരണമെന്നൊരു ആഗ്രഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്തരമൊരു താല്പര്യം അറിയിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ സംസ്ഥാന രാഷ്ട്രീയത്തിലാണ് പവൻ കല്യാണിന് താല്പര്യം. അതുകൊണ്ട് തന്നെ പവൻ കല്യാൺ ആ ഒരു അഭ്യർത്ഥന സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ അറിയിപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. മറ്റൊരു കാര്യം ചിരാഗ് പാസ്വാന്റെ കാര്യമാണ്. ചിരാഗ് പാസ്വാൻ 5 കക്ഷികളാണുള്ളത്. നിലവിൽ ഈ കൂട്ടുകക്ഷി സർക്കാരിൽ 5 അംഗങ്ങൾ ഏറെ നിർണായകമാണ്. ചിരാഗ് പാസ്വാനും ഒരു ക്യാബിനറ്റ് പദവി നൽകിയേക്കും എന്ന് BJP വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കുമാരസ്വാമി JDS, അദ്ദേഹം കൃഷി മന്ത്രി സ്ഥാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിലേക്ക് ആ ഒരു വകുപ്പ് നൽകാൻ BJP തയ്യാറാകുമെന്ന് ഇതുവരെ അറിയിച്ചിട്ടില്ല. കാരണം കൃഷി വകുപ്പ് കഴിഞ്ഞ 2 സർക്കാരിന്റെ കാലത്തും BJP കൈവശം വെച്ചു പോരുന്നതാണ്. പക്ഷേ കൂട്ടുകക്ഷി സർക്കാർ ആയതുകൊണ്ട് തന്നെ അംഗബലം നോക്കാതെ പ്രാതിനിധ്യം നൽകുമെന്ന് BJP വൃത്തങ്ങൾ അറിയിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് JDS നൽകുമോ എന്ന കാര്യത്തിലും ഏതായാലും ഇനി ഔദ്യോഗികമായ അറിയിപ്പ് BJPയുടെ ഭാഗത്തുനിന്ന് വരേണ്ടിയിരിക്കുന്നു. ഏതായാലും പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ എൽദോ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിരോധം, ആഭ്യന്തരം, വിദേശകാര്യം, ധനകാര്യം, ഈ 4 വകുപ്പുകളും BJP തന്നെ കൈവശം വയ്ക്കും എന്നറിയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ വിദ്യാഭ്യാസ വകുപ്പ്, IT വകുപ്പ്,
നിയമ മന്ത്രാലയം, മന്ത്രാലയം തുടങ്ങിയ വകുപ്പുകളിലും മാറ്റമുണ്ടാകില്ല. പ്രത്യേകിച്ച് നയപരമായ വിഷയങ്ങൾ പാർട്ടിയുടെ ഐഡിയോളജിയുമായി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കേണ്ട വകുപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വകുപ്പുകളും ഘടകകക്ഷികൾക്ക് നൽകാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ ഏതായാലും BJP വൃത്തങ്ങൾ നൽകുന്നത്. ഏതായാലും പല സംസ്ഥാനങ്ങളിലും പല നേതാക്കളും പ്രതീക്ഷിക്കുന്നുണ്ട് മന്ത്രിസഭയിൽ ഒരു സ്ഥാനം. പ്രത്യേകിച്ച് കർണാടകയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ കർണാടകയിൽ നിന്ന് 2 പ്രധാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിമാർ അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്. ഒന്ന് ജഗദീഷ് ഷെട്ടർ, സമീപകാലത്താണ് BJPയിൽ വീണ്ടും തിരിച്ചെത്തിയത് കോൺഗ്രസിൽ നിന്ന്. ഒപ്പം കഴിഞ്ഞ സർക്കാരിൽ മുഖ്യമന്ത്രിയായിരുന്ന ബൊമ്മയും വിജയിച്ചിട്ടുണ്ട്. ബൊമ്മ ഏതായാലും മന്ത്രിസ്ഥാനം ലഭിക്കും എന്നൊരു പ്രതീക്ഷ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിന് പുറമെ മഹാരാഷ്ട്രയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ മോശം പ്രകടനമാണ് BJP കഴിഞ്ഞ 2 തവണയും അപേക്ഷിച്ച് ഇത്തവണ നടത്തിയത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് 6 മാസത്തിനകം നടക്കാനിരിക്കുന്ന സംസ്ഥാനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുമെന്ന കണക്കുകൂട്ടൽ BJPക്കുമുണ്ട്. ഒപ്പം തന്നെ ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിനുണ്ട്. ഏക്നാഥ് ഷിൻഡെ വിഭാഗം ഏതായാലും ഒരു 2 കേന്ദ്രമന്ത്രി സ്ഥാനമെങ്കിലും പ്രതീക്ഷിക്കുന്നു. ഒരു ക്യാബിനറ്റ് പദവി, ഒരു സഹമന്ത്രി സ്ഥാനം കൂടി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പാർട്ടി ചില പേരുകളും ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ആര് മന്ത്രിയാകുമെന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അവിടെ നിന്ന് മീനാക്ഷി ലേഖി മന്ത്രിയായിരുന്നു. പക്ഷേ ഇത്തവണ മനോജ് തിവാരി ഒഴികെ ബാക്കി ആരെയും അവിടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥി നൽകിയിരുന്നില്ല, BJP പരിഗണിച്ചിരുന്നില്ല. മാത്രവുമല്ല സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജും ഇത്തവണ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പുതുമുഖം വനിത എന്ന നിലയ്ക്ക് ബാൻസുരി സ്വരാജിനെ പരിഗണിക്കുമോ എന്ന ചോദ്യം കൂടി ഉയരുന്നു. സുരേഷ് ഗോപി ഏതായാലും മന്ത്രിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷേ ഏത് വകുപ്പായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുക, അല്ലെങ്കിൽ ക്യാബിനറ്റ് പദവിയിലേക്ക് ലഭിക്കുമോ, സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയായിരിക്കുമോ, അതോ സഹമന്ത്രി സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമോ എന്ന കാര്യത്തിൽ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. ഏതായാലും ആരൊക്കെ മന്ത്രിമാരാകാൻ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ BJP പരിഗണിക്കുന്ന നേതാക്കൾക്ക് തന്നെ ഫോൺ കോൾ ഇന്ന് രാവിലെ തന്നെ എത്തിച്ചേരും. ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ചടങ്ങിന്റെ ഭാഗമാകണമെന്ന് അറിയിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ തലേ ദിവസം അത്തരമൊരു അറിയിപ്പ് പോകാറാണ് പതിവ്. അങ്ങനെ അറിയിപ്പ് ലഭിച്ച നേതാക്കളൊക്കെ തന്നെ സ്വാഭാവികമായും ഇപ്പോൾ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുമുണ്ടാകും. ഏതായാലും ഉച്ചയോടുകൂടി തന്നെ ആരൊക്കെ മന്ത്രിമാരാകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കും. രാജേഷ്